ഒടുവിൽ പശ്ചിമ ബംഗാളിൽ മമതാ യുഗത്തിന് അന്ത്യം കുറിക്കുന്നു. മമതയെ മലർത്തിയടിക്കാനെത്തുന്നത് സാക്ഷാൽ RSS. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പശ്ചിമ ബംഗാളിൽ RSSന്റെ സ്വാധീനം 10 മടങ്ങ് വർദ്ധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ബംഗാളിലെ പത്രമായ ആനന്ദ് ബസാർ പത്രികയുടെ റിപ്പോർട്ടാണ് RSSന്റെ കുതിച്ചുചാട്ടത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ബംഗാളിൽ 538ഓളം RSSന്റെ ശാഖകളാണ് വർദ്ധിച്ചത് എന്നതാണ് ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. RSSന്റെ ശാഖകൾ വർദ്ധിച്ചു എന്ന് മാത്രമല്ല, 336 സ്കൂളുകൾ പശ്ചിമ ബംഗാളിൽ RSS അധികമായി നിർമ്മിച്ചു. 1 ലക്ഷത്തോളം കുട്ടികളാണ് പശ്ചിമ ബംഗാളിൽ RSSന്റെ സ്കൂളുകളിൽ മാത്രം വിദ്യ അഭ്യസിക്കുന്നത്. 3500-ലധികം ശാഖകളായി പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ RSS തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചിരിക്കുന്നു. എവിടെയാണോ CPM തകർന്നത്, എവിടെയാണോ CPMന്റെ നിലനിൽപ്പ് തന്നെ പാടെയില്ലാതായത്, അവിടെ പതിയെ പിച്ച വച്ച് RSS എന്ന പ്രസ്ഥാനം BJPക്ക് അടിത്തറ പാകി പശ്ചിമ ബംഗാളിൽ ഒരു വടവൃക്ഷമായി പടർന്ന് പന്തലിക്കുകയാണ്. CPMന്റെ തകർച്ചയ്ക്ക് പിന്നാലെ പശ്ചിമ ബംഗാളിലുണ്ടായ പശ്ചിമ ബംഗാളിൽ മുളച്ച വിത്ത് അതൊരു വലിയ വൃക്ഷമായി പടർന്നു പന്തലിക്കുകയാണ്. RSS പശ്ചിമ ബംഗാളിന്റെ വിധി എഴുതാൻ പോവുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി യുഗത്തിന് അന്ത്യമാകും. മമതാ ബാനർജിയെ പശ്ചിമ ബംഗാളിലെ ജനം തൂത്തെറിയും. പശ്ചിമ ബംഗാളിൽ നിന്ന് മമതാ ബാനർജിക്ക് ഓടി ഒളിക്കേണ്ടി വരും. മമതയുടെ കാടൻ ഭരണത്തിന്, മമതയുടെ ഈ സാമ്രാജ്യത്വ ഭരണത്തിന് പശ്ചിമ ബംഗാൾ അന്ത്യം കുറിക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. വടക്കൻ ബംഗാളിലെ ആദിവാസി മേഖലകളിൽ, പ്രത്യേകിച്ച് ഒഡീഷയുമായൊക്കെ അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ തന്നെ RSSന്റെ വളർച്ച അത്ഭുതാവഹമാണ്. RSSന്റെ ശാഖകൾ ഒരു കാലത്ത് നടത്താൻ അനുവദിക്കാതിരുന്ന ഇടങ്ങളിൽ BJP പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ തൃണമൂലിന്റെ ഗുണ്ടകൾ ആക്രമിച്ചു വധിച്ചിരുന്ന ഒരു സമയത്ത് നിന്ന് RSSന്റെ ശാഖകളിൽ പോകുന്ന ആളുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്ന ഒരിടത്ത് നിന്ന് 3500-ലധികം ശാഖകൾ ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ RSS ബംഗാളിൽ പിടിമുറുക്കിയിരിക്കുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ 80 സീറ്റുകളാണ് BJP പശ്ചിമ ബംഗാളിൽ നേടിയത്. 220-ലധികം സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് നേടി. എന്നാൽ ഇത് 2026 വരുമ്പോൾ BJPയുടെ സീറ്റ് നേട്ടം 200ഓളം വരുമെന്നുള്ളതാണ് നിലവിലെ ഒപ്പീനിയൻ പോളുകളൊക്കെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. 1.5 കോടിയോളം കള്ള വോട്ടുകൾ പശ്ചിമ ബംഗാളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. SIR നടപ്പാക്കിയതിലൂടെ പശ്ചിമ ബംഗാളിൽ കാലാകാലങ്ങളായി തൃണമൂലിന്റെ വോട്ട് ബാങ്കുകളായിരുന്ന വ്യാജ വോട്ടുകൾ, റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ വോട്ടുകൾ, ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരുടെ വോട്ടുകൾ, ആ വോട്ടുകളൊക്കെ തന്നെ ഇത്തവണ വെട്ടി ദൂരെ കളഞ്ഞിരിക്കുന്നു. അത് മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും ഉണ്ടാക്കുന്ന നാശനഷ്ടം ചെറുതല്ലായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും പശ്ചിമ ബംഗാളിൽ മമതയുടെ വിധി എഴുതാൻ സാക്ഷാൽ RSS തന്നെ രംഗത്തെത്തുകയാണ്. ബംഗാളിൽ പിടിമുറുക്കി RSS. മമതയുടെ കോട്ടകൊത്തളങ്ങൾ തകർന്നടിയുന്നു. മമതയുടെ സാമ്രാജ്യത്തിന്റെ അടിവേരുകൾ ഇളകി തുടങ്ങിയിരിക്കുന്നു. മമതയുടെ ഈ ദുർഭരണത്തിന് അറുതി വരുത്താൻ ബംഗാളിലെ ജനത തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്തു വരുന്നത്.